മക്കളെ, ജെറുസലേം പ്രയർ ലൈൻ 3 മിനിറ്റ് ഉള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു, അനേകം കുടുംബങ്ങളിരുന്നു, ഒറ്റയ്ക്കിരുന്നു ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ അന്തോനീസിൻ്റെ കൈകളിലൂടെ, അത്ഭുത പ്രവർത്തനമായിരിക്കുന്ന വിശുദ്ധൻ്റെ കൈകളിലൂടെ നിത്യപിതാവിന് കാഴ്ചവെക്കുക. വിശുദ്ധ അന്തോനീസ് ഉണ്ണിയേശുവിൻ്റെ വലിയ സ്നേഹിതനാണ്. ഇതാ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. 139 സങ്കീർത്തനം 5 വാക്യം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. മകളെ, നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം മുൻപിലും പിറകിലും കാവൽ നിൽക്കുകയാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആത്മാവിൻ്റെ കരുത്ത് അപാരമാണ്. കാരണം അത്യുന്നതനായ ദൈവമാണ്, സർവാധിപനായ ദൈവമാണ് നമുക്ക് കാവൽ നിൽക്കുന്നത്. ഒരിക്കലും കെട്ടടങ്ങാത്ത വ്യക്തിത്വ ശക്തി നമ്മിൽ കുടികൊള്ളുന്നതിൻ്റെ കാരണം ആ ദൈവമായ കർത്താവ്, സർവാധിപനായ കർത്താവ് നമുക്ക് കാവൽ നിൽക്കുകയാണ്. നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധ്യതയുള്ള ശത്രുക്കളെ തകർത്തു കളയാനുള്ള എല്ലാ ആത്മീയ ആയുധങ്ങളും നമ്മിൽ നിക്ഷേപിച്ചു തന്നിട്ടുണ്ട്. വിജയത്തിലേക്കുള്ള വഴിത്താരകളിൽ, ഓരോ തീരുമാനങ്ങളിൽ, ഓരോ ഉദ്യമങ്ങളിൽ, നമ്മുടെ സങ്കടകാലങ്ങളിൽ, നമ്മുടെ രോഗശൈലിയിൽ ദൈവമായ കർത്താവ് നമുക്ക് കാവൽ നിൽക്കുകയാണ്. രാവും പകലും കാവൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയം നിറഞ്ഞ യുവജനങ്ങളെ, ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉത്കണ്ഠകൾ എടുത്തു മാറ്റാൻ വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും, പ്രത്യേകമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. വ്യാപാരികൾ, തൊഴിലാളികളായ രോഗികൾ, രോഗശൈലിയിൽ കിടക്കുന്ന എല്ലാവർക്കും കർത്താവ് കാവൽ നിൽക്കുകയാണ്. മുൻപിൽ നിന്ന് നമ്മെ നയിക്കുന്നു, പിൻപിൽ നിന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് വഴി, ഇതിലേ വരിക എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന് വിളിക്കുകയും പിന്നിൽ നിന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് കാവൽ നിൽക്കുന്ന ദൈവമാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നിന്റെ മുമ്പിൽ വന്ന് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.